ഒരു രാത്രി മുഴുവൻ ഉറങ്ങാതെ കാവൽ നിൽക്കണം. അതും ഒന്നല്ല രണ്ടല്ല 100 ഒട്ടകങ്ങൾക്ക്. ഒരു നിബന്ധന മാത്രം, ഈ 100 ഒട്ടകങ്ങളും ഒന്നിച്ച് നിലത്ത് കിടന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഉറങ്ങാൻ അനുവാദമുള്ളൂ. കൂട്ടത്തിൽ ഒരെണ്ണം എഴുന്നേറ്റ് നിന്നാൽ പോലും നിങ്ങളുടെ ഉറക്കം പോയി. കേൾക്കുമ്പോൾ വളരെ ലളിതമെന്ന് തോന്നാം അല്ലേ? എന്നാൽ ആ രാത്രി വെളുത്തപ്പോഴേക്കും ആ മനുഷ്യൻ പഠിച്ചത് സ്വന്തം ജീവിതത്തെ മാറ്റിമറിച്ച ഒരു വലിയ സത്യമായിരുന്നു. എന്തായിരുന്നു അത്? നമസ്കാരം, KKG ഇഫക്റ്റിൻ്റെ 208-ാം എപ്പിസോഡിലേക്ക് സ്വാഗതം. സുഹൃത്തുക്കളെ, നമ്മളിൽ പലർക്കും പലപ്പോഴും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ പറ്റാത്തത് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും തീരുന്ന ഒരു ദിവസം വരും, അന്നു മുതൽ സമാധാനത്തോടെ ജീവിക്കും എന്ന് കരുതി കാത്തിരിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ അങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമോ? തൻ്റെ ജീവിതത്തിലെ വേവലാതികളും സങ്കടങ്ങളും സഹിക്കവയ്യാതെയാണ് അയാൾ ആ സെൻ ഗുരുവിൻ്റെ അടുത്തെത്തിയത്. അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം വേണമെന്നായിരുന്നു അയാളുടെ ആവശ്യം. ക്ഷമയോടെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ഗുരു അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മകനെ, നിന്റെ ചോദ്യങ്ങൾക്കുള്ള മറുപടി നാളെ രാവിലെ തരാം. പക്ഷേ അതിനു മുമ്പ് ഒരു ചെറിയ സഹായം ചെയ്യണം. ഒരു ധനികൻ സമ്മാനമായി തന്ന 100 ഒട്ടകങ്ങൾ പുറത്തുണ്ട്. ഇന്ന് രാത്രി മുഴുവൻ ഈ ഒട്ടകങ്ങൾക്ക് നീ കാവൽ നിൽക്കണം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. ഈ 100 ഒട്ടകങ്ങളും ഒന്നിച്ച് നിലത്ത് കിടന്നതിന് ശേഷം മാത്രമേ നീ ഉറങ്ങാൻ പാടുള്ളൂ. അയാൾ സമ്മതിച്ചു. പുറത്ത് അവിടെവിടെയായി നിൽക്കുകയും ഇരിക്കുകയും കിടക്കുകയും ചെയ്യുന്ന കുറേ ഒട്ടകങ്ങളെ അയാൾ കണ്ടു. നിൽക്കുന്ന ഒട്ടകങ്ങളെ ഓരോന്നായി പിടിച്ച് കിടത്താൻ നോക്കി. ഒന്നിനെ കഷ്ടപ്പെട്ട് കിടത്തി അടുത്തതിലേക്ക് തിരിയുമ്പോൾ ദാ നേരത്തെ കിടന്നത് എഴുന്നേറ്റ് നിൽക്കുന്നു. രാത്രി മുഴുവൻ അയാൾ ഒട്ടകങ്ങളുടെ പിന്നാലെ ഓടുകയായിരുന്നു. ഒന്നിനെ കിടത്തുമ്പോൾ മറ്റൊന്ന് എഴുന്നേൽക്കും, 2നെ കിടത്തുമ്പോൾ 5 എണ്ണം എഴുന്നേൽക്കും. നേരം വെളുക്കുവോളും അയാൾ ചോര നീരാക്കി ശ്രമിച്ചിട്ടും 100 ഒട്ടകങ്ങളും ഒന്നിച്ച് നിലത്ത് കിടന്ന ഒരൊറ്റ നിമിഷം പോലും ഉണ്ടായില്ല. പിറ്റേന്ന് രാവിലെ തളർന്ന അവശനായ അയാളുടെ അടുത്തെത്തി ഗുരു ചോദിച്ചു, എന്താ മകനെ, ഇന്നലെ രാത്രി നന്നായി ഉറങ്ങിയോ? അയാൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു, ഇല്ല അങ്ങുന്നേ, ഒരൊറ്റ നിമിഷം പോലും ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവയെ ഒന്നിച്ച് കിടത്താൻ ഞാൻ പരമാവധി ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. അപ്പോൾ ഗുരു അയാളെ അരികിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, മകനെ, ഇത് തന്നെയാണ് നിന്റെ ജീവിതവും. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഈ ഒട്ടകങ്ങളെ പോലെയാണ്. ചില പ്രശ്നങ്ങൾ സമയമാകുമ്പോൾ തനിയെ പരിഹരിക്കപ്പെടും. ചിലത് നിന്റെ പരിശ്രമം കൊണ്ട് നീ പരിഹരിക്കും. എന്നാൽ ചില പ്രശ്നങ്ങൾ നീ എത്ര ശ്രമിച്ചാലും പരിഹരിക്കാൻ കഴിയില്ല. നീ ഒരൊട്ടകത്തെ കിടത്തുമ്പോൾ മറ്റൊന്ന് എഴുന്നേൽക്കുന്നത് പോലെ ജീവിതത്തിൽ ഒരു പ്രശ്നം പരിഹരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് മറ്റൊരു പ്രശ്നം ഉടലെടുക്കുന്നുണ്ടാകും. സുഹൃത്തുക്കളെ, ജീവിതത്തിൽ പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകും. ജോലി നന്നായി പോകുമ്പോൾ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകാം. കുടുംബം ശാന്തമാകുമ്പോൾ ആരോഗ്യത്തിൽ ബുദ്ധിമുട്ടുകൾ വരാം. എല്ലാ ഒട്ടകങ്ങളും ഒന്നിച്ച് കിടന്നിട്ട് വേണം, അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ട് വേണം സന്തോഷിക്കാൻ എന്ന് വിചാരിച്ചാൽ ആ ഒരു ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വരില്ല. നമ്മുടെ നിയന്ത്രണത്തിലുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുക, അല്ലാത്തവയെ സമയത്തിന് വിട്ടുകൊടുക്കുക. ഓർക്കുക, ജീവിതത്തിൽ സമാധാനം ഉണ്ടാക്കുന്നത് എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമ്പോഴല്ല, മറിച്ച് ഈ പ്രശ്നങ്ങൾക്കിടയിലും എങ്ങനെ ബുദ്ധിപൂർവ്വം സന്തോഷത്തോടെ ജീവിക്കാം എന്ന് പഠിക്കുമ്പോഴാണ്. ബൈ ഫ്രം KKG.